മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. പെരുമാതുറയിൽ 17-കാരന്റെ മരണത്തിൽ സുഹൃത്ത് കടനംകുളം പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. കൊട്ടാരം തുരുത്ത് സ്വദേശി ഫൈസലാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇർഫാനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോകുന്നതും തിരികെ വീട്ടിൽ കൊണ്ടുവിട്ടതും ഫൈസലാണ്. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. ശരത്, ഈ ഫൈസൽ എന്ന സുഹൃത്തിനെ കുറിച്ച് ഇന്നലെ ഇർഫാന്റെ ഉമ്മ തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അമിതമായി മയക്കുമരുന്ന് നൽകിയതാണ് മരണകാരണം എന്നുള്ള ആക്ഷേപമാണ് ഉയർത്തിയത്. പോലീസിനും അത്തരത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്? ഫിജി ഈ ഉമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കൊട്ടാരം തുരുത്ത് സ്വദേശി ഫൈസലിനെ കഠിനംകുളം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട്, അതായത് മിനിഞ്ഞാന്ന് വൈകിട്ട് ഇർഫാനെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോവുകയും പിന്നീട് തിരികെ അവശ നിലയിൽ വീട്ടിന് സമീപത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്തത് ഈ ഫൈസലാണ് എന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു വരികയാണെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഫൈസലിനെ വിശദമായി ചോദ്യം ചെയ്താൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപം തെളിയും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇർഫാന്റെ മരണവുമായി മരണത്തിന്റെ കാരണമടക്കം ഫൈസലിന് കൃത്യമായ ബോധ്യമുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ഏതായാലും പോലീസും ഉള്ളത്. ഇന്നലെ പുലർച്ചെയാണ് ഇർഫാൻ മരിച്ചത്. നിലവിൽ പോലീസും അതുപോലെ തന്നെ കുടുംബവും പ്രാഥമികമായി കണക്ക് കൂട്ടുന്നത്, അവരുടെ നിഗമനം എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ അമിത അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ചു എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ കൊട്ടാരം സ്വദേശിയായ ഫൈസലിന്റെ ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞത് ഫൈസലിന് ഇത്തരത്തിൽ മയക്കുമരുന്ന് ഇടപാട് ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ഉള്ള സ്ഥിരീകരണമാണ് ബന്ധുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ച ഇർഫാന്റെ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധന ഫലം 3-4 ദിവസത്തിനകം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ മരണത്തിന്റെ ശാസ്ത്രീയ കാരണം കൂടുതൽ വ്യക്തമാകും എന്ന് തന്നെയാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. അത് കേസന്വേഷണത്തെ സഹായിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഇതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. പൂർത്തിയായി ആ റിപ്പോർട്ട് തയ്യാറാക്കി വൈകാതെ തന്നെ ഡോക്ടർ ഇത് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പോലീസിന് ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം അത് ഈ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അമിത അളവിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന്, മയക്കുമരുന്ന് ശരീരത്തിനകത്ത് ചെന്നതിനെ തുടർന്ന് തലച്ചോറിലുള്ള ഞരമ്പ് പൊട്ടിയതാണ് മരണകാരണം. അത്തരത്തിലുള്ള രക്തസ്രാവമാണ് മരണകാരണമായത് എന്നാണ് ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതീക്ഷിക്കുന്നത് അധികം കാലതാമസമില്ലാതെ തന്നെ മരണകാരണം കണ്ടെത്തുകയും അതിന് കാരണക്കാരെ അറസ്റ്റ് ചെയ്യാനും സാധിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ശരി ശരത്.